വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. മുകേഷ് ഏട്ടാന്നാണ് പറയുക. ഒന്നുമില്ല. ഞാൻ ഇപ്പൊ എല്ലാരും ചേട്ടാ വിളിച്ച് അങ്ങ് ശീലിച്ചു പോയോണ്ട് എല്ലാരും ചേട്ടൻ വിളിക്കാറുള്ളത്. വാട്സപ്പ് ചാറ്റിൽ ഇപ്പോഴും മുകേഷ് എന്ന് വരുന്നില്ല. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇതൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പൊ ഒരു MLA സ്ഥാനത്തിരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണംകെട്ടിയല്ല. ഒരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ, ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും ഉണ്ട്. അത് കാണിക്കട്ടെ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. ആദ്യകാലത്ത് ഞാൻ ഒരു ഇമെയിൽ ചെയ്തിട്ടുണ്ട്, അതോ ഞാൻ ഓർക്കുന്നുണ്ട്, ശരിക്കും ഓർക്കണില്ല. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ട് ഒരു ഇന്റിമേറ്റ് എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ഒരു സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ചാനല്. ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉണ്ട്, കുറെ പേര്, എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ എന്നിട്ട് നമ്മൾ അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം, ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. ഞാൻ പോകുന്നു. ബൈ.